ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടയാണ്. പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഇവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങളുമുണ്ട്. ഒരു എനർജി ബൂസ്റ്ററും കൂടിയാണ്. ഇതിൽ ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിന് വേണ്ടതായിട്ട് നമുക്ക് 2 കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ്, നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതേമാതിരി നമ്മൾ കുഴച്ച് വെച്ചു. ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചു. 2 വെല്ലം ശർക്കര ഉരുക്കി ഒഴിച്ചതാണിത്. ആ ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ചുക്ക്, അതുപോലെ തന്നെ ഏലക്കായ, ജീരകം കൂടി പൊടിച്ച പൊടിയാണ് 1 ടീസ്പൂണ്. ഇനി അവലാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/2 കപ്പ് അവലാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശർക്കര നീരിലോട്ട് ഒരു 1/2 കപ്പ് അവലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് 1 കപ്പ് തേങ്ങ ചിരകി വെച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ശർക്കര നീര് വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അവലും കുതിർന്ന് കിട്ടും. എല്ലാം കൂടെ മിക്സാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ഞാൻ 1 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യും കൂടി ആകുമ്പോൾ നമ്മൾക്ക് വളരെയധികം രുചിയായിരിക്കും. നമുക്ക് ഇളക്കി നമ്മൾ ശർക്കര നീരെല്ലാം വറ്റി അവലിൻ്റെ കൂടെ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നല്ലോണം ഇളക്കി നമുക്ക് മിക്സാക്കി വയ്ക്കാം. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല വെച്ച് അതിലെ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഓരോ ഉരുളകൾ വെച്ച് നമ്മൾ ഇതേമാതിരി പരത്തിയെടുക്കാം. ഇതേമാതിരി പരത്തി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന അവൽ, അതേപോലെ തന്നെ തേങ്ങ, ശർക്കര നീരും എല്ലാം കൂടെ കൂട്ടി നമ്മൾ ഇതിൽ ഒരു 2 ടീസ്പൂണ് വീതം വെച്ച് ഇതേമാതിരി കൊടുത്ത് ഇനി നമ്മൾക്ക് ഇത് മടക്കിയെടുക്കാം. ഇതേമാതിരി നമുക്ക് എല്ലാ അടകളും ഉണ്ടാക്കി ഇതേമാതിരി വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് അടപ്പത്ത് വെച്ച് ആവി കൊള്ളിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചു. അതിൽ ആവി കൊള്ളിക്കാൻ വേണ്ടി നമ്മളതിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു, അടപ്പത്ത് വെച്ചു. അത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന അടയെല്ലാം നമ്മളതിലേക്ക് പറക്കി വെച്ച് ഇനി നമ്മൾ അടപ്പ് വെച്ച് നമ്മൾ വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി വെന്ത് കിട്ടും. അങ്ങനെ നമുക്ക് ഈ അട വെന്തോന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അട പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് നോക്കാം. നമുക്ക് അത് വെന്തോന്ന് നോക്കാം. നമ്മുടെ അട അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള ബോണസ് ടിപ്പ് ഇതാണ്. നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കണം. അല്ലെങ്കിൽ ശർക്കര നമ്മൾ മണലുണ്ടായിരിക്കും, അപ്പോൾ അത് നന്നാവില്ല. പിന്നെ നമ്മൾ പരത്തുമ്പോൾ കൈമ പിടിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൈയൊന്ന് മുക്കി നമ്മൾ പരത്തി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ അട തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് ബൈ. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.